നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അധികാരത്തിനായി UDFും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നത്. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും മേയറും നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പൂർത്തിയായി. 24,309 പക്ഷികളെയാണ് കൊന്നു മറവ് ചെയ്തത്. അണുനശീകരണം തിങ്കളാഴ്ച മുതൽ. എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചു വരുന്നു. നിരവധി പേരാണ് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല. ദേശീയ പാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കൊട്ടനാട്ട് ജംഗ്ഷൻ വരെയാണ് ചങ്ങല തീർത്തത്. വിശദമായ വാർത്തകളിലേക്ക്. അധികാരത്തിനായി UDFും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും മേയറും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊല്ലം കോർപ്പറേഷൻ, പുനലൂർ നഗരസഭ, ഏരൂർ പഞ്ചായത്ത്, കടയ്ക്കൽ, കൊട്ടാരക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ അധികാരത്തിനായി UDFും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് വ്യക്തമാണെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. BJPയുടെയും ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുടെയും പിന്തുണയോടെയാണ് UDF വിജയം നേടിയതെന്ന ആരോപണം മേയർ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായി. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും നേതാക്കളും മേയറും നിലപാട് വ്യക്തമാക്കണം. SDPIയെയും BJPയെയും കൂട്ടുപിടിച്ച് RSPയുടെ സീറ്റ് നഷ്ടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് RSP നേതൃത്വം അഭിപ്രായം പറയണമെന്നും S ജയമോഹൻ പറഞ്ഞു. കൺവെൻഷനിൽ പങ്കെടുക്കുകയും മറ്റ് ചെയ്ത ആള് പോലും വോട്ട് ചെയ്തില്ല. വോട്ട് മൊത്തത്തിൽ BJPക്ക് കൊടുക്കാനായിരുന്നു എങ്കിൽ എന്നെ എന്തിനാണ് ഇല്ലാതാക്കിയത് എന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പ്രതികരിച്ചതും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്തയായി മാറിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഏതൊരു പഞ്ചായത്തിൽ തന്നെ ഒരു വാർഡുണ്ട്, ചില്ലിപ്ലാൻ. അവിടെയാണെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമില്ല, വളരെ കുറവാണ്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവിടെ UDFനെ BJP സഹായിച്ചു. BJPക്ക് അവിടെ വോട്ട് കൂടെ കിട്ടിയപ്പോൾ അവിടെ UDF വിജയിച്ചു. ഒരു വാർഡ് രണ്ടായതാണ് ചില്ലിപ്ലാൻ. ഒരിടത്ത് BJP, ഒരിടത്ത് കോൺഗ്രസ്. ഇതെല്ലാം എല്ലാം വാർഡിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ 60 വാർഡുകളിൽ കോർപ്പറേഷൻ 12 ഡിവിഷനുകൾ ഉൾപ്പെടെ 60 ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ നേടാൻ വേണ്ടി പരസ്പരം സഹായിച്ചുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പോടുകൂടി അത് വ്യക്തമാകുകയാണെന്നതാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MH ഷാരിയർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK അനിരുദ്ധൻ, X ഏണസ്റ്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചു വരികയാണെന്നും നിരവധി പേരാണ് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 10ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ചികിത്സയെ കൂടുതൽ പേർ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പ്രാധാന്യം ഹോമിയോ ചികിത്സയ്ക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദത്തെ കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇന്ന് നമുക്കറിയാം കേരളം ആരോഗ്യ രംഗത്ത് രാജ്യത്തിന് മെച്ചമായ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. പലതുകൊണ്ടും ഒട്ടേറെ അവാർഡുകൾ ഉൾപ്പെടെ നേടിയെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും അടിത്തട്ടിൽ അവരുടെ വീടിന് സമീപമുള്ള ആശുപത്രികളെയാണ് അവർ സമീപിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ അവിടെ അത്യാവശ്യം നമുക്കറിയാം പ്രമേഹം ഉൾപ്പെടെയുള്ള പനി ഉൾപ്പെടെയുള്ള സാധാ അസുഖങ്ങൾ വരുമ്പോൾ ഓടി അവർ എത്തുന്നത് അത്തരത്തിലുള്ള ആശുപത്രിയാണ്. പിന്നീട് അവർ മുകളിലോട്ട് പോകുമ്പോൾ താലൂക്ക് ആശുപത്രികൾ എല്ലാ ജില്ലകളിലും, താലൂക്ക് ആശുപത്രികൾ ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രി അതിന് തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുകളിലോട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആ ആശുപത്രികളുടെ പ്രവർത്തനമുണ്ട്. നമുക്ക് ഇന്ന് ആയുർവേദം എടുക്കുമ്പോൾ ആയുർവേദത്തിലും മെഡിക്കൽ കോളേജ് ഉണ്ട്, ആയുർവേദത്തിലും ജില്ലാ ആശുപത്രികളുണ്ട്. താഴോട്ട് നമുക്ക് ചില പഞ്ചായത്തുകളിൽ ഇത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയും വന്ന് കഷായം ഉൾപ്പെടെയുള്ള ആ മരുന്നുകൾ മേടിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ മേടിച്ച് കഴിക്കുവാൻ തയ്യാറായ ഒട്ടേറെ രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CR രവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ കലാം മീഡിയ വോയിസ് ഓഫ് എക്സലൻസ് അവാർഡ് നേടിയ ഡോക്ടർ VJ സിബിക്ക് ആദരവ് നൽകി. മികച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള ഡോക്ടർ K സുരേന്ദ്രൻ നായർ സ്മാരക അവാർഡ് ഡോക്ടർ വഹീദ റഹ്മാനും, ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള MS ചന്ദ്രശേഖരൻ നായർ സ്മാരക അവാർഡ് എറണാകുളം ജില്ലയ്ക്കും, രണ്ടാമത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള അവാർഡ് കൊല്ലത്തിനും പരിപാടിയിൽ സമ്മാനിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KM മാധവൻ, ഡോക്ടർ MB മിത്ര, ഡോക്ടർ P ജയറാം, ഡോക്ടർ D രാമനാഥൻ, ഡോക്ടർ ഇട്ടുഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ S സൂരജ, തൊടിയൂർ ശശികുമാർ, ഡോക്ടർ ഹരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ദേശീയപാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കൊട്ടനാട്ട് ജംഗ്ഷൻ വരെയാണ് ചങ്ങല തീർത്തത്. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഓച്ചിറയിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യച്ചങ്ങല. ദേശീയപാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കോട്ടനാട്ട് ജംഗ്ഷൻ വരെ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഓച്ചിറ ചൂനാട് റോഡിലെ നിലവിലെ അടിപ്പാത മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുക, ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത നിർമ്മിക്കുക, ഗുരുമന്ദിരം, തൻവീർ സെൻട്രൽ സ്കൂൾ, വടക്കേ ജുമാ മസ്ജിദ് എന്നിവയ്ക്ക് സമീപം നടപ്പാതയ്ക്കായി അടിപ്പാത നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കടകൾ, ആശുപത്രികൾ, ദേവാലയങ്ങൾ, സ്കൂളുകൾ അങ്ങനെ തുടങ്ങിയതിന്റെ 2 വശത്തു ആളുകളാണ്. അപ്പുറത്തും ഇപ്പുറത്തേക്കും അവിടെ പോയി മരുന്ന് മേടിച്ച് ഇപ്പുറത്തെ ആശുപത്രിയിൽ പോകുന്ന ആളുകളാണ് നമ്മൾ. 3 പ്രത്യേക രീതിയിൽ കേരളത്തിന് ദോഷകരമാണ്. 1 സാമൂഹ്യ അടിസ്ഥാനത്തിൽ, 2 പാരിസ്ഥിതികമായി, 3 സാമ്പത്തികമായി. 3 തരത്തിലുള്ള ദുരന്തമാണ് ഈ ഹൈവേ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞങ്ങളെ പോലുള്ളവർ അന്ന് പറഞ്ഞത്. CR മഹേഷ് MLA പദ്ധതി വിശദീകരിച്ചു. ഉണക്കാവുമ്പോൾ പൊടിശല്യം, മിക്ക ആളുകളും ആശുപത്രിയിലും, വെള്ളക്കെട്ടാകുമ്പോൾ വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത വെള്ളക്കെട്ട്, അശാസ്ത്രീയമായ ഓട നിർമ്മാണം, അങ്ങനെ ദുഃഖത്തിലും ദുരിതത്തിലും എല്ലാം സഹിക്കുകയാണ്. എന്തിന്? ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മെഹർ ഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കുക തന്നെയാണ് NH അതോറിറ്റി ഈ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത്. നാടിന് വികസനം ആവശ്യമാണ്, പക്ഷേ പൗരന്മാർ ഇവിടെ ജീവിക്കണം. അവരെ വിലയിരുത്താൻ ഈ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, വൈസ് പ്രസിഡന്റ് S ഗീതാകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് മുബീന നാസിം, BS വിനോദ്, അയ്യാണിക്കൽ മജീദ്, ലീന പ്രവീൺ മേമന, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മനു ജയപ്രകാശ്, ഓച്ചിറ താഹ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത തലമുറയുടെ ഒരു ജീവിത യാഥാർത്ഥ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സമരം. ആ സമരം ഏറ്റെടുത്തോട്ട് പോകേണ്ടത് നമ്മുടെ ഇന്നിന്റെ കടമയാണ്. നാളെയുടെ നല്ലതിനായി ഇതിന്റെ കടമയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നേരത്തെ മുൻപ് ഇവിടെ MLA പറഞ്ഞതുപോലെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പറയുകയാണ്, ഈ ധർമ്മസമരം ഓച്ചിറ പഞ്ചായത്ത് ഭരണസമിതി ഐക്യത്തോടെ ഏറ്റെടുത്തോട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ദേശീയപാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കൊട്ടനാട്ട് ജംഗ്ഷൻ വരെയാണ് ചങ്ങല തീർത്തത്. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തീകരിച്ചു. പുന്നപ്ര തെക്ക്, പുറക്കാട്, ചെറുതന, അമ്പലപ്പുഴ തെക്കു പഞ്ചായത്തുകളിലാണ് കള്ളിംഗ് പൂർത്തിയായത്.
പക്ഷിപ്പനി സ്ഥിരീകരിച്ച മറ്റു പഞ്ചായത്തുകളിലും പക്ഷികളെ കൊന്നു മറവു ചെയ്യുന്ന പ്രധാന നടപടി പൂർത്തിയായി. 24,309 പക്ഷികളെയാണ് കൊന്നൊടുക്കിയത്. പുന്നപ്രത്തെക്ക്, പുറക്കാട്, ചെറുതന, അമ്പലപ്പുഴ തെക്ക് എന്നീ പഞ്ചായത്തുകളിലാണ് കള്ളിങ് അവസാനം പൂർത്തീകരിച്ചത്. പുന്നപ്രത്തെക്ക് പഞ്ചായത്തിൽ 8,171 പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത്. പുറക്കാട് 5,813 പക്ഷികളെയും, ചെറുതനയിൽ 4,300 പക്ഷികളെയും, അമ്പലപ്പുഴ തെക്കിൽ 6,025 പക്ഷികളെയും കൊന്നൊടുക്കി. തകഴിയിൽ 286, കരുവാറ്റയിൽ 715, നെടുമുടിയിൽ 2,663 പക്ഷികളെ ദ്രുത പ്രതികരണ സംഘം കൊന്ന് മറവു ചെയ്തു. പക്ഷികളെ കൊന്ന ശേഷം വിറക്, ഡീസൽ, പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. തിങ്കളാഴ്ച മുതൽ അണുനശീകരണ ജോലികൾ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കുടിവെള്ളം കിട്ടാതെ നാട്. കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഒരു മാസക്കാലമായി കുടിവെള്ളം കിട്ടാത്തത്. വാട്ടർ അതോറിറ്റി പണം പിരിക്കുന്നുവെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായി. 40ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. ഈ 1-ാം വാർഡാ, 23-ാം വാർഡായിരുന്നു 1-ാം വാർഡാ. ഇവിടെ വെള്ളമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടും ആകപ്പാട് പ്രയാസങ്ങളായിരുന്നു. സ്കൂളിൽ പോയ പിള്ളേർ പോലും കുളിക്കാൻ പോലും വെള്ളമില്ല, കുളിക്കാതെ തന്നെ സ്കൂളിൽ പോയത്. ഈ ഏരിയയിൽ ആർക്കും ഇല്ല വെള്ളം. അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്ന മേളിൽ നിന്ന് ഓർഡർ കിട്ടിയില്ല, എന്തോ ചെയ്യാണ്. അവിടെ ഇവിടെ എല്ലാം വന്ന് വെട്ടി പൊളിച്ചു നോക്കും. വെട്ടിപ്പൊളിയാൽ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വെള്ളം വരുന്നില്ല. അതിനെന്തെങ്കിലും മാർഗം കാണാൻ പറഞ്ഞാൽ അവർ അവിടെ ഇവിടെ ആൾ വിളിച്ച് രാജ്യം മൊത്തം വിളിച്ച്. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ അങ്ങോട്ട് എല്ലാ വീട്ടുകാരും പറയും എൻ്റെ കാര്യങ്ങൾ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഒരു മാസമായി കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയുള്ളത്. വാട്ടർ അതോറിറ്റി കൃത്യമായി പണം പിരിക്കുന്നെങ്കിലും കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. 40ഓളം കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ്. ഞങ്ങളിവിടെ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ ലൈൻ വെള്ളമാണ് ആശ്രയിക്കുന്നത്. കാരണം വെച്ചാൽ നെറ്റ് തൊട്ട് കഴിക്കുന്ന FCA ആണ്. FCAയിൽ നിന്ന് ഇറങ്ങുന്ന ഊറ്റുവെള്ളം കാരണം ഞങ്ങൾ കിണറുവെള്ളം വളരെ ഓവറാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ലൈൻ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 10-25 ദിവസം കൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുക. ആർക്കും ഒന്നിനും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഞങ്ങൾ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. അതിന് മേൽപ്പെട്ട എല്ലാവരെയും പല ഭാഗത്തുനിന്നും പല ആൾക്കാരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇന്ന് ശരിയാക്കാൻ ശരിയാക്കാൻ പറഞ്ഞ് ഞങ്ങളെങ്ങനെ ഒഴുക്ക് പൊട്ടിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരും നാളെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് വെള്ളമില്ല, എന്തായാലും പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത്. അതായത് ഞങ്ങൾ ഇനി ബന്ധപ്പെടാൻ ആരുമില്ല. എല്ലാവരോടും ഏത് പാർട്ടിയെ കാണുന്ന ഏത് ആൾക്കാരെ കാണുന്ന എല്ലാവരും എന്നുള്ള വിചാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് എന്തായാലും ഇത് പരിഹരിച്ച് തന്നേ പറ്റത്തുള്ളൂ. ജലക്ഷാമം മൂലം വീട് വിട്ടു പോയവരും ഇവിടെയുണ്ട്. താഴ്ന്ന പ്രദേശമായതിനാൽ കിണർ വെള്ളവും ഉപയോഗിക്കാൻ കഴിയില്ല. ഓരുവെള്ളം നിറഞ്ഞതിനാൽ വീട്ടാവശ്യങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് ആശ്രയം. ചവറയിലും ഓച്ചറ പമ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം 22 ദിവസമായി തിരുവനന്തപുരത്തും പലയിടത്തും വിളിച്ച് ഇതിൻ്റെ പരാതിപ്പെട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുകയാണ്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. ഈ എഫ്സയുടെ ഊറ്റും മറ്റുള്ള കെമിക്കലും എല്ലാം വരുന്ന സ്ഥലം. അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കിണർ വെള്ളം മൊത്തം ഓരാണ്. ഇതിഞ്ഞ് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ ആരുമില്ല. ഈ പഞ്ചായത്തിൽ പോയി വിരോധം വരെ നടത്തണമെന്നുള്ള ആലോചന നിൽക്കുക. പഞ്ചായത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശവാസികൾക്ക്. 10-40 കുടുംബത്തിൽ മേളിലുണ്ട് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കിണറുകളിലെ വെള്ളം മാലിന്യം അലിഞ്ഞുകൂടി ചുവന്ന നിറത്തിലാണുള്ളത്. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷന്റെ ജലാംശവും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സമീപത്തെ കൈത്തോട് മണ്ണടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതും മറ്റൊരു കാരണമാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടി മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാകാം വെള്ളം ലഭ്യമാകാത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്ന് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം ചൊവ്വാഴ്ച സമാപിക്കും. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ OV വിജയന്റെ പ്രസിദ്ധകൃതിയെ ആധാരമാക്കി നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമൻ ഒരുക്കിയ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം അത്ഭുതകരമായ കാഴ്ച അനുഭവമായി മാറുന്നു. 4 ദിവസമായി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. 30-ന് നാടകാവതരണം സമാപിക്കും. പ്രശസ്തമായ പെർഫോമിംഗ് ആർട്ടുകളും വേറിട്ട കലാസാംസ്കാരിക പ്രകടനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് രൂപീകൃതമായ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലോകോത്തരമായ നാടകത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സമ്മേളിപ്പിക്കുന്ന പ്രസിദ്ധമായ വിഖ്യാതമായ ദീപൻ ശിവരാമൻ ഒരുക്കിയ നാടകം
OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അത് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറുകയാണ് 4 നാളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേവലം ഒരു സ്റ്റേജ് നാടക സങ്കല്പത്തിനപ്പുറം ഗ്യാലറികൾ തീർത്തുകൊണ്ട് 1000 ആളുകൾക്ക് ഒരു ദിവസം ഇരുന്ന് കാണാൻ കഴിയുന്ന ഗ്യാലറികൾ തീർത്തുകൊണ്ട് ആ ഗ്യാലറിയിലാണ് ഈ നാടകം അരങ്ങേറുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു നവ്യാനുഭവമായിരിക്കും ഈ നാടിന്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഈ നാടകം കാണാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുഹൂർത്തമായി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരു മനുഷ്യൻ, ഒരു മലയാളി കലയെ സ്നേഹിക്കുന്നവനൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കലാ പ്രകടനം എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണണമെന്നും ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത് കാണാനുള്ള ഈ 4 ദിവസങ്ങളെ ഒരു അവസരമായി വിനിയോഗിക്കണമെന്നും പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. ഖസാക്ക് എന്ന ഗ്രാമവും അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവി എന്ന യുവാവും അയാൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ മിത്തുകളും രവിയുടെ അന്തസംഘർഷങ്ങളും പാപചിന്തയും അച്ഛൻ്റെ ഓർമ്മകളും ഖസാക്കിലെ കരിമ്പനക്കാടുകളും അപ്പുക്കിളിയും ഷെയ്ഖുമിയാൻ തങ്ങളും മുടന്തൻ പാണ്ഡൻ കുതിരയും ഒക്കെ ചേർന്ന രവി കണ്ട ജീവിതവും രവി കണ്ട വഴികളും ആകാശവും ചിതലിമലയുമൊക്കെ അപൂർവ കാഴ്ചവിസ്മയത്തോടെ വേദിയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ഒരു സർക്കസ് കൂടാരം പോലെ 4 പുറവും ഗ്യാലറികൾ തീർത്ത് അതിൻ്റെ നടുവിലെ തുറന്ന സ്ഥലം സ്റ്റേജാക്കി മാറ്റിയാണ് ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. വെയിലും മഞ്ഞും മഴയും തീയുമൊക്കെ ഇവിടെ പുനഃസൃഷ്ടിക്കുന്നു. മികച്ച ഒരു തിയേറ്റർ പെർഫോമൻസ് എന്ന രീതിയിലാണ് നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. $30 ലക്ഷത്തോളം ചെലവ് പ്രതീക്ഷിക്കുന്ന നാടകാവതരണം തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ആദ്യമായാണ് അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം 1000 പേർക്ക് പ്രവേശനം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയിലാണ് നാടകാവതരണം. സംസ്ഥാനത്തെ വിവിധ വേദികൾക്കൊപ്പം ബംഗളൂരു, മുംബൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലും വൻ പ്രേക്ഷക സ്വീകരണം നാടകം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിൽ നിന്ന് നാടകത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അവിടെ തന്നെ അധ്യാപകനായി ജോലി നോക്കുകയാണ് ദീപൻ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി SR അരുൺ ബാബു ചുമതലയേറ്റു. നെടുവത്തൂർ ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് അരുൺ ബാബു. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷററാണ് അരുൺ ബാബു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി SR അരുൺ ബാബു ചുമതലയേറ്റു. കളക്ടർ N ദേവിദാസിന്റെ നേതൃത്വത്തിലാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. നെടുവത്തൂർ ഡിവിഷൻ അംഗമാണ് CPM-ലെ SR അരുൺ ബാബു. കുലശേഖരപുരം ഡിവിഷൻ അംഗമായ വരുൺ ആലപ്പാടാണ് എതിർ സ്ഥാനാർത്ഥി. വരുൺ ആലപ്പാടിന് 10 വോട്ടുകളും SR അരുൺ ബാബുവിന് 17 വോട്ടുകൾ ലഭിച്ചു. വൈസ് പ്രസിഡന്റായി വിജയിച്ച അരുൺ ബാബുവിന് പ്രസിഡന്റ് R ലതാദേവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. SR അരുൺ ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷററും CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ് അരുൺ ബാബു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, മുൻ പ്രസിഡന്റുമാരായ സാം കെ ഡാനിയൽ, ജഗദമ്മ എന്നിവർ പങ്കെടുത്തു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും നിലനിർത്തുന്നതിനൊപ്പം തന്നെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അരുൺ ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF ഭൂരിപക്ഷമുള്ള അലയമൺ പഞ്ചായത്തിൽ LDF അംഗം പ്രസിഡന്റായി. പട്ടികജാതി സംവരണമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ UDF-ൽ ആളില്ലാതിരുന്നതാണ് LDF-ന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ കാരണം. അലയമൺ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി ജനറൽ സംവരണമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ UDF-ൽ ആളില്ലായിരുന്നു. ഇതിനിടയിൽ സ്വന്തം പേര് അലയമൺ തെക്കേ ഭാഗം വാർഡിൽ നിന്നും വിജയിച്ച CPM-ലെ S ആനന്ദ് നിർദ്ദേശിച്ചു. മത്സരിക്കാൻ മറ്റാരും ഇല്ലാതായതോടെ നിർദ്ദേശം അംഗീകരിച്ച വരണാധികാരി ആനന്ദിനെ അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ 19ാമത് പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആനന്ദ് S എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ
വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന്. നാടിന്റെ വികസനത്തിന് എല്ലാവിധമായ പ്രവർത്തനവും നടത്തുമെന്നും പാർട്ടിയും മുന്നണിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നടപ്പാക്കുമെന്നും എസ് ആനന്ദ് പ്രതികരിച്ചു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡായ തെക്കേ ഭാഗത്തു നിന്നും LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആനന്ദ് എസ് ഞാൻ ഇന്ന് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നെ കൃത്യമായി നിർവഹിക്കുകയും അലയമൺ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അലയമണിൻ്റെ വികസനങ്ങളിൽ ഞാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുമെന്നും ഉറപ്പു നൽകുന്നു. ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭൂരിപക്ഷം ആളുകളും വളരെ പ്രഗത്ഭരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണത്തിൽ നല്ല തഴപ്പവും പഴപ്പവും ചെന്ന ആളുകളാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന് നിങ്ങളുടെ എല്ലാ ആളുകളുടെയും പിന്തുണ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവത്തിന് തുടക്കമായി. 14 ജില്ലകളിൽ നിന്ന് 36 പേർ വായനോത്സവത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് 8.16 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും പ്രശസ്തി പത്രവും മൊമെന്റോയും ലഭിക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവമാണ് കൊല്ലത്ത് ആരംഭിച്ചത്. സാഹിത്യകാരൻ അഖിൽ പി ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറകളിലേക്ക് വായനാശീലം പകർന്നു നൽകണമെന്നും കലയിൽ ആർക്കും സ്ഥിരമായ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് ബുക്കിനെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ പയ്യെ ആൾക്കാർ ബുക്ക് ചോദിച്ച് ബുക്ക് സ്റ്റാൾസിൽ വന്നു തുടങ്ങി. അതങ്ങനെ 16ാമത്തെ എഡിഷൻസിന് എന്തോ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അത് 61 എഡിഷനായി, 4 ലക്ഷം കോപ്പികൾ പിന്നിട്ടു. പിന്നെ ഇപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം, യുവ പുരസ്കാരം, അതായത് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പുരസ്കാരം റാംകേറഫ് ആനന്ദിക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒന്നിൽ നിന്ന് തുടങ്ങുക, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒന്നും അല്ലാത്ത നിലത്ത് നിന്ന് നമ്മൾ ഓരോ പടി കയറി വരത്തില്ലേ. ചിലർ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവൻ്റെ ആദ്യത്തെ ബുക്ക് റാംകേറഫ് ആനന്ദി, അതങ്ങ് കയറി ഹിറ്റായെന്ന്. ഇതൊന്നുമല്ല, 10 വർഷത്തെ കഷ്ടപ്പാടുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുനടന്ന് ഓരോ ആൾക്കാരുടെ മുന്നിൽ എരന്ന് ചേട്ടാ എൻ്റെ ബുക്ക് വാങ്ങുമോ, ചേച്ചി എൻ്റെ ഒരു ബുക്ക് വാങ്ങുമോ, പകുതി ഡിസ്കൗണ്ട് തരാം, ഇത് വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 പേരോട് ചോദിച്ചാൽ അവരോട് വാങ്ങുന്നത്. ഇത്രയും കഷ്ടപ്പാട് ആരും കാണത്തില്ല. പിന്നെ അവാർഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അത് സ്വാഭാവികം. ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷേ അത് ONV ചത്തുരത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി, വൈസ് പ്രസിഡന്റ് RS അരുൺ ബാബു എന്നിവർ വിശിഷ്ടാതിഥികളായി. 14 ജില്ലകളിൽ നിന്ന് 3 വിഭാഗങ്ങളിലായി 56 പേരാണ് വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. താലൂക്ക് ജില്ലാതലങ്ങളിൽ വിജയികളായവരാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 14 ജില്ലകളിൽ നിന്ന് 28 പേരും, മുതിർന്നവരുടെ 1-ാം വിഭാഗത്തിൽ 14 പേരും, 2-ാം വിഭാഗത്തിൽ 14 പേരും മത്സരിച്ചു. എഴുത്തു പരീക്ഷ, അഭിമുഖ പരീക്ഷ, ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്വിസ് മത്സരം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. വിജയികൾക്ക് 8.16 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ, പ്രശസ്തി പത്രം, മൊമെന്റോ എന്നിവ ലഭിക്കും. പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ റാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK മധു സ്വാഗതം പറഞ്ഞു. M നൌഷാദ് MLA, ഡോക്ടർ PK ഗോപൻ, വള്ളിക്കാവ് മോഹൻദാസ്, PK ഹരികുമാർ, K ചന്ദ്രൻ മാസ്റ്റർ, VK ഹാരിഫാബി, അഡ്വക്കേറ്റ് വിശ്വംഭര പണിക്കർ, സത്യവതി S, PR പ്രസാദ്, ഡോക്ടർ പ്രിയ, B ശൈലജ, KB മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അധികാരത്തിനായി UDFും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നത്. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും മേയറും നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. പക്ഷിപ്പനി. ആലപ്പുഴ ജില്ലയിൽ കള്ളിംഗ് പൂർത്തിയായി. 24,309 പക്ഷികളെയാണ് കൊന്നു മറവ് ചെയ്തത്. അണുനശീകരണം തിങ്കളാഴ്ച മുതൽ. എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചു വരുന്നു. നിരവധി പേരാണ് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി. ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യം. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല. ദേശീയ പാതയിൽ വടക്കേ മുസ്ലിം പള്ളി ജംഗ്ഷൻ മുതൽ കൊട്ടനാട്ട് ജംഗ്ഷൻ വരെയാണ് ചങ്ങല തീർത്തത്. ഈ
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.